നാളെ നമ്മൾ ഇവിടുന്ന് പോവും. കഴിഞ്ഞിട്ട് ഇവിടുത്തെ 2 വർഷം നമ്മൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മിസ് ചെയ്യും. ചങ്ങായിമാരത് IGNT ഒരു കൃഷി ചെയ്യണ സബർജിലാണ് കേട്ടോ. ഒരുത്തന്നെ ഇവിടെ ഗേൾസ് കരയണ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദിൽഷാദ് നമുക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു ക്യാമ്പസിനെ കുറിച്ച്? സമാധാനമായിട്ട് 2 കൊല്ലമാണെങ്കിൽ 2 കൊല്ലം. കർണി സ്റ്റോറീസിൻ്റെ IGNT വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യട്ടോ, ബെല്ലൈക്കണ അമർത്തി സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇന്നിങ്ങനെ വെറുതെ ഇറങ്ങിയതാട്ടോ. നല്ല ഇന്നലെ മഴ ആയതുകൊണ്ട് നല്ല കോടുണ്ട് കേട്ടോ, ഫുള്ള് കോടാണ്. ചെറിയ ചാറ്റൽ മഴ ഉണ്ട്. വെറുതെ ഇങ്ങനെ ഇറങ്ങിയതാണ്. കാരണം നാളെ നമ്മൾ ഇവിടുന്ന് പോവും. കഴിഞ്ഞിട്ട് ഇവിടുത്തെ 2 വർഷത്തെ PG ലൈഫ് കഴിഞ്ഞ് നാളെ ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ ലാസ്റ്റ് ഒരു സമയത്ത് ഒരു IGNT ജീവിതം കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇറങ്ങിയതാ. നല്ല തണുപ്പും കോടയും അടിപൊളി വൈബ് തന്നെ കേട്ടോ ഇപ്പോൾ IGNTയിൽ. അപ്പോൾ എല്ലാവരും നാട്ടിലേക്ക് പോയിക്കൊണ്ട് കേട്ടോ. കുറേ ആൾക്കാർ പോയി, ഇനി കുറേ ആൾക്കാർ പോകാനുണ്ട്. അപ്പോൾ ഈ ഒരു 2 വർഷത്തെ ജീവിതം ശരിക്കും പറഞ്ഞാൽ അടിപൊളി തന്നെയായിരുന്നു, കുഴപ്പമില്ലാത്തൊരു. കാരണം IGNT പറഞ്ഞാൽ കുറേ ആൾക്കാർ എന്താണ് ഒരു ട്രൈബൽസ് ഏരിയയിലാണ്ട് എന്താണ് ഒരു സിറ്റിയോ ഒന്നുമില്ല, വെറും ഒരു ട്രൈബൽസിൻ്റെ ഈ ഒരു വില്ലേജും അതേപോലെ തന്നെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. എത്ര മോശമാണെങ്കിലും നമ്മൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മിസ് ചെയ്യും. അതിന് എത്ര ക്യാമ്പസ് മോശമാണെങ്കിലും എന്താണെങ്കിലും നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കിയെടുത്ത സൗഹൃദങ്ങൾ, കൂട്ടുകാർ, ഇവിടുത്തെ ഓരോ ദിവസത്തെ എല്ലാം നമ്മൾ മിസ് ചെയ്യും. ഓരോ ദിവസം ജീവിതങ്ങളും, ആ ഹോസ്റ്റൽ ലൈഫും വൈബും, പുറത്തുള്ള വൈബ്, കൂടിക്കാഴ്ചകൾ എല്ലാം നമുക്ക് മിസ് ചെയ്യും. അപ്പോൾ ഈ 2 വർഷം ശരിക്കും പറഞ്ഞാൽ IGNT അടിപൊളി തന്നെ ആയിരുന്നു. അപ്പം എല്ലാവരും പോണോണ്ട് കുറേ ആൾക്കാർ കരഞ്ഞുകൊണ്ട് കേട്ടോ, ഹോസ്റ്റലിലെ ഗേൾസൊക്കെ. ഒരുത്തന്നെ ഇവിടെ ഗേൾസ് കരയണ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ടാവും അവിടെ ഇരിക്കുന്നുണ്ടല്ലേ, ഒരു മഞ്ഞക്കുപ്പായിട്ട് ഇരിക്കുന്നു ദിൽഷാദ്. ഓനെ ഇതാട്ടോ IGNTയുടെ ബേസ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള പ്ലെയർ ദിൽഷാദ് നോക്കൂ. ഫുട്ബോളിൽ ഇവിടുത്തെ IGNT പ്രീമിയർ ലീഗിൽ ഏറ്റവും വിലപിടിപ്പുള്ള താരം. ഇക്കൊല്ലം സെമിയോ ഫൈനലിൽ പൊട്ടിക്കാണ്ട് വന്നിട്ട് അങ്ങോട്ട്. ഇതാണ് മധ്യപ്രദേശിൽ തന്നെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ ലാബ്. മധ്യപ്രദേശിൽ തന്നെ ഏറ്റവും വലിയ സയൻസ് ലാബാണ്. ഇതാട്ടോ ഗൈസ്, മധ്യപ്രദേശിലെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ ലാബ് കേട്ടോ, അഗ്രികൾച്ചർ സയൻസ് ലാബാണിത്. ഇതാണ് IGNTയിലെ സബർജിൽ. നല്ല മധുരമുണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്ത മധുരമുണ്ട്. ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ അവിടെ, ഫുള്ള് മേലെ കാഴ്ചകളുണ്ട്. ചങ്ങായിമാരത് IGNT ഒരു കൃഷി ചെയ്യണ സബർജിലാണ് കേട്ടോ. നല്ല മധുരമുണ്ട്, അടിപൊളിയാണ്. ചെറുതാണെങ്കിലും നല്ല മധുരമുണ്ട്. ഇത് ഫുള്ള് മരങ്ങളാട്ടോ, സബർജിൻ്റെ മരങ്ങൾ, ഞാവൽപ്പഴം, ചക്ക ഉണ്ട് ഇവിടെ, നെല്ലിക്ക, മാങ്ങ. അപ്പോൾ ലാസ്റ്റ് സമയമാണ് നമ്മളിവിടെ, ലാസ്റ്റ് സമയത്ത് അത് കണ്ടുപിടിക്കുന്നത്. ഇതാദ്യം കണ്ടില്ല ദിൽഷാജി? പറയണ്ടേ. ഒരുപാട് ഫലങ്ങളുണ്ട് IGNTയിൽ. ഇത് ഞാവൽപ്പഴം, സബർജിൽ, സ്ട്രോബെറി കൃഷിയുണ്ട്, അതേപോലെ തന്നെ മൽബറി ഉണ്ട്, മാങ്ങ, പേരക്ക, ഉർമാമ്പഴം, ഏലക്ക തുടങ്ങി ഒരുപാട് കൃഷികളും വൃക്ഷങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സബർജിലൊക്കെ പറിച്ച് കുറച്ച് കഴിച്ച് കുറച്ച് കീസലൊക്കെ ആക്കിയിട്ടുണ്ടോ. നേരെ ഗേറ്റിൻ്റെ പുറത്തേക്ക് നടക്കണേ. അപ്പോൾ IGNTത്തെ ഒരു കാലാവസ്ഥനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഇവിടുത്തെ ക്ലൈമറ്റ് എപ്പോഴും ചേഞ്ച് ആവട്ടെ. ഇപ്പോൾ നല്ല രാവിലെ നോക്കിയപ്പോൾ നല്ല കോടയും നല്ല ചാറ്റൽ മഴക്കാണ്. ഉച്ചയ്ക്ക് ചിലപ്പോൾ നല്ല വെയിലേക്കാരോ, രാത്രി ആകുമ്പോഴോ ആ ഒരു വൈകുന്നേരം ടൈമിൽ മഴ, നല്ല ഇടി, ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഏതും സമയത്ത് ക്ലൈമറ്റ് മാറും കേട്ടോ IGNTയിൽ. പിന്നെ പറഞ്ഞാൽ ഇവിടെ തണുപ്പ് കാലത്ത് നമ്മളെ വിൻ്റർ സമയത്ത് നല്ല തണുപ്പാണ്, ഏകദേശം 6-7 ഡിഗ്രിയൊക്കെ എത്താറുണ്ട് കേട്ടോ തണുപ്പ്. ആ സമയത്ത് നമ്മൾ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. പിന്നെ നാട്ടിൽ പോകാനാണ്, ആ ഡിസംബർ എക്സാം കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ പോകും. ചൂടുകാലത്ത് വലിയ ചൂടൊന്നുമില്ല, എന്നാലും സഹിക്കാൻ പറ്റാൻ മാത്രമുള്ള ചൂടുള്ളൂ. കേരളത്തിൽ നമ്മുടെ നാട്ടിൽ അത്ര ചൂടൊന്നുമില്ല കേട്ടോ. ഇവിടെ കാലാവസ്ഥ അടിപൊളിയാണ്, ഏത് സമയത്തും മാറും കേട്ടോ ഇവിടെ കാലാവസ്ഥ.
അപ്പോൾ IGNT പറഞ്ഞാൽ എന്താ വെച്ചാൽ മറ്റുള്ള യൂണിവേഴ്സിറ്റി ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഒരു സിറ്റി ലൈഫാണ്. അധികം ഡൽഹിയൊക്കെ ആണെങ്കിലും അതേപോലെ തന്നെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി ഒക്കെ ഒരു സിറ്റി ഏരിയകളിലായതുകൊണ്ട് ആ ഒരു ജീവിതം ലൈഫൊക്കെ നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റി കിട്ടും. പക്ഷേ IGNT പറയുമ്പോൾ ഒരു പീസ്ഫുൾ ഫുള്ള് ഒരു വില്ലേജ് വൈബ് സംഭവം. ട്രൈബൽസ് പക്ക ലോക്കൽസാണ് കേട്ടോ. ഇവിടെ മൊത്തം ഉള്ളിൽ കയറിയാൽ ഫുള്ള് പച്ചപ്പും കാര്യങ്ങളും. ആ ഒരു നല്ലൊരു പീസ്ഫുള്ളാണ് ഈ ഒരു ക്യാമ്പസ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ദിൽഷാദ് എനിക്ക് എന്താ പറയുള്ളൂ ഈ ഒരു ക്യാമ്പസിനെ കുറിച്ച്? എന്താ ഉള്ളത്? സമാധാനമായിട്ട് 2 കൊല്ലാണെങ്കിൽ 2 കൊല്ലം, UG ആണെങ്കിൽ 3 കൊല്ലം സമാധാനമായിട്ട് ഒരു പ്രഷറും ഇല്ലാണ്ട് എക്സാമിന് തലേന്നെടുത്ത് പഠിച്ചാലും മതി. ഒരു പ്രഷറും ഇല്ല. സമാധാനത്തിലാണ് പോകുന്നത്. സമാധാനം. കാരണം എല്ലാവരും ജയിപ്പിക്കാറഞ്ഞാൽ എന്താണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് ക്വസ്റ്റ്യൻസ് ഇടാ. പിന്നെന്താണ് നമ്മൾ ഒരു ബേസ് ഉണ്ടായാൽ മതി. പിന്നെ 2 വർഷം കൂടെ അടിപൊളി പീസ്ഫുള്ളായിട്ട് നമുക്ക് കഴിയാം, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരുപാട് പേര് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അതുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും. യൂണിവേഴ്സിറ്റി പോയാലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഏതേ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് ആരെയും നല്ലത് പറഞ്ഞു. IIM ആയാലും എവിടെ ഏത് ടോപ്പ് ഇതാണെങ്കിലും ജാമ്യ ആണെങ്കിലും എല്ലാത്തിനും പ്രശ്നങ്ങളുണ്ടാവും. കുറ്റം മാത്രം കണ്ടെത്താണ്ട് നല്ലത് ആക്കി അത് എൻജോയ് ചെയ്ത് പോവാം. എന്തായാലും ഇവിടെ പെട്ടില്ലേ, പെട്ടല്ലേ ഇവിടെ വന്ന്. ഇനി അതിനനുസരിച്ച് പോവാം. അവിടത്തേക്ക് ഇങ്ങനെ കുറ്റം കണ്ടെത്തി ഇവിടെ അതില്ല എന്നല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളിയല്ല, എന്നാലും ചില ഡിപ്പാർട്ട്മെൻറ്റ് കുഴപ്പമില്ലാത്ത രൂപത്തിലുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ ഈ ഒരു യൂണിവേഴ്സിറ്റി നോക്കുന്നവരൊക്കെ ആണെങ്കിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിങ്ങൾ ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കുക. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളിയാണ് നമ്മൾ പറയണില്ല. ചിലവർക്ക് ചിലപ്പോൾ നല്ല അടിപൊളി പീസ്ഫുള്ളായിട്ടുള്ളൊരു ക്യാമ്പസ്, നല്ലൊരു പഠിക്കാൻ പറ്റിയ അടിപൊളി ക്യാമ്പസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റും. ലൈബ്രറി ഉണ്ട്, സെറ്റപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. ചെങ്ങായിമാർ ഈ കാണുന്ന IGNTയിലെ വാട്ടർ ടാങ്ക് കണ്ടില്ല നിങ്ങൾ? ഇവിടെ പണ്ട് നമ്മളിവിടെ പഠിച്ചിട്ട് മലയാളീസ് കയറി അങ്ങനെ അടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മലയാളീസിൽ അടി കിട്ടിയെന്ന് തോന്നുന്നത്. സെക്യൂരിറ്റീസിലൊക്കെ അടിയായിക്കാണ്ട് പത്രത്തിലൊക്കെ വന്നിരുന്നു. നമ്മൾ വരുന്നതിന് മുമ്പാണ്. അന്ന് ഞങ്ങൾ പേടിച്ച് മലയാളീസിന് പ്രശ്നമാണെന്നൊക്കെ കരുതി. പക്ഷേ നമ്മളെന്താ വെച്ചാൽ ഇന്നലെ രാത്രി ഈ വാട്ടർ ടാങ്ക് കയറി രാത്രി കയറാൻ എടുക്കുള്ളൂ കേട്ടോ. പകൽ ചിലപ്പോൾ കയറി അടിയിട്ട് പേടിച്ചിട്ടാണ് ഇപ്പോൾ കയറണമെന്നുണ്ട്. പക്ഷേ അഥവാ കണ്ടാൽ ചിലപ്പോൾ സീനാക്കും. നല്ല വ്യൂ ആട്ടോ, മുകളിൽ നിന്ന് അടിപൊളി വ്യൂ ആണ്. IGNTൻ്റെ ആ ഒരു വ്യൂ അടിപൊളിയായിട്ട് കിട്ടും. അപ്പം എന്താ നമ്മൾ രാത്രി പുറത്തുനിന്ന് കയറുമ്പോൾ മുകളിൽ കയറി മുകളിൽ കയറി ടോപ്പിൽ കയറിക്കാൻ നോക്കി അടിപൊളി വ്യൂ സീനാണ്. ഇപ്പോൾ കയറണമെന്നുണ്ട്, പക്ഷേ കണ്ട സീനാക്കും ചിലപ്പോൾ. ഇവിടെയൊക്കെ സിക്കുണ്ട്. ഈ കാണണം ഇതിൻ്റെ ഫുള്ള് പേരക്കത്തോട്ടങ്ങളാട്ടോ. ഒരുപാട് പേരക്ക മരങ്ങളുണ്ട് ഇതിനുള്ളിൽ. പേരക്കുണ്ട സമയത്ത് ഇതിനുള്ളിൽ വരും. അങ്ങനെ ഫുള്ള് ബാഗിൽ പറിച്ചുണ്ടാവും. നമ്മൾ ഉപ്പിലിടും. നല്ല അടിപൊളി പേരക്കൾ, വ്യത്യസ്ത തരത്തിലുള്ള പേരക്കളാട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ള. നല്ല അടിപൊളി സാധനങ്ങളുണ്ട്. IGNTയിൽ കാണാത്ത കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇതുവരെക്കും അറിയാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ പോയോക്കട്ടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ. എന്തൊക്കെ പോയി നോക്കിയിട്ടൊന്നുമില്ല, എന്തൊക്കെ ഉള്ളതെന്ന് പോയോക്കട്ടെ. ഇപ്പോൾ ചെറുക്കൻ ദിൽഷാദ് IGNTൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ച ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ട് മതിയാണല്ലോ പറഞ്ഞത്. ഒരു ഫുള്ള് കാട് പിടിച്ചെടുക്കാട്ടോ സംഭവം. ഒന്നുമില്ല തോന്നുന്നു. ഫുള്ളും മരങ്ങളും കാടും പുല്ലും. ഇവരൊക്കെ നാട്ടിൽ പോകണാരാട്ടോ. പെട്ടിയും ബാഗും സാമാനൊക്കെ എടുത്തൊക്കെ പോകുന്നുണ്ട്. വിൻ്റർ സമയത്തൊക്കെ ഉണ്ടല്ലോ അടിപൊളിയാട്ടോ. കാരണം രാവിലെ എണീച്ച് ആ സമയത്ത് നടക്കാൻ അടിപൊളിയാണ്. കാരണം ഒരു വൈബ്. ഈ യൂണിവേഴ്സിറ്റി മൊത്തം ഇങ്ങനെ കുറവ് വരും. ഏകദേശം 400 ഏക്കറിൻ്റെ അടുത്തുണ്ട്. ഇങ്ങനെ നമുക്ക് ഇറങ്ങാം. ഗാർഡന്, അതേപോലെ തന്നെ VC ഹൗസ്, നർമ്മത്തിൻ്റെ ഉത്ഭവമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞു നിൽക്കണ്ട അവിടെ. അങ്ങനെ ഒരുപാട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാനുണ്ട്. ഇനി ഗേൾസിന് ഇതിന് പുറത്തിറങ്ങാൻ പറ്റിയില്ലെങ്കിലും കുറേയൊക്കെ കാണാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇങ്ങനെ നടന്നാൽ മതി. രാവിലെ അങ്ങനെ ഇറങ്ങി നടക്കാൻ അടിപൊളിയാണ്. നല്ല വൈബാണ്. ഈ മഴക്കാലാണ് പറയണ്ട. നല്ല കോടയും അടിപൊളിയാണ്, സീനാണ്. ഇപ്പോൾ വെറുതെ തന്നെ ഇറങ്ങിയതാണ്. ഇങ്ങനെ കോട കണ്ടപ്പോൾ ചെറിയ മഴ കണ്ടപ്പോൾ ആ ഒരു വൈബിൽ ഇങ്ങനെ ഇറങ്ങി പോകുന്നതാണ്. ശരിക്കും ഇതൊക്കെ നമുക്ക് ഓർമ്മിക്കാൻ ഉണ്ടാവുള്ളൂ കേട്ടോ. ഏത് യൂണിവേഴ്സിറ്റി വന്നാലും നമ്മൾ ഇറങ്ങി നടക്കുന്നതും നമ്മളിങ്ങനെ പോണതും. ഇതിൻ്റെ പുറത്താണ് വലിയ വില്ലേജാണല്ലോ. ഒരുപാട് നല്ല അടിപൊളി പഴയ വീടുകൾ. ഒരു 1980കളിലൊക്കെ അല്ല 1800കളിലൊക്കെ മരത്തെ വീടുകളും. ട്രൈബൽസാണല്ലോ അധികം. പുറത്ത് അടിപൊളിയാണ്. പുറത്തെ കാഴ്ച നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. മരത്ത് വീട് വരും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ വെറുതെ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ എടുക്കാൻ തോന്നിയ വ്ളോഗ്. എല്ലാവരും പോവാട്ടോ, കുറേ ആൾക്കാരുണ്ടില്ലേ, ഒക്കെ നാട്ടിൽ പോവാണ്, നാട്ടിൽ പോണ സമയമാണ്. എല്ലാവരും പോയി, നമ്മളൊക്കെ മാത്രമേ ഉള്ളൂ, ആകെ കുറച്ച് ആൾക്കാരുള്ളൂ പോകാൻ. എന്തായാലും നാളെ നമ്മൾ ഇറങ്ങും ഇവിടെ നിന്ന്. YGNT ലൈഫ് ഇവിടെ അവസാനിച്ച് കഴിഞ്ഞ് 2 വർഷത്തെ ജീവിതം. ഒന്നാം സമയത്ത് ഒരു യൂണിവേഴ്സിറ്റി കണ്ടപ്പോൾ വലിയൊരു ഇതൊന്നുമില്ലേനു, കാരണം പുറത്തിറങ്ങാൻ പറ്റൂല, പത്തനക്ക് കയറണം, അതേപോലെ തന്നെ പുറത്തത്തെ അവസ്ഥ സിറ്റിയില്ല, ഒന്നുമില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ഈ 2 വർഷം ഞാൻ ജീവിച്ചപ്പോൾ കാരണം നല്ല അടിപൊളി, ആ ഒരു പീസ്ഫുൾ, നല്ലൊരു മലകളുണ്ട് പുറത്ത്, മല കയറും നമ്മൾ, അതുപോലെ തന്നെ ഒരുപാട് വില്ലേജുകൾ പോയി കാണാം. പിന്നെ ഒന്നാമത് ഫീൽഡ് വർക്കും കൂടി നമുക്ക് സോഷ്യൽ വർക്കായതുകൊണ്ട് ഏകദേശം സ്ഥലങ്ങളൊക്കെ നമ്മൾ ഫീൽഡ് വർക്കായിട്ട് പോയിട്ടുണ്ട്, വീടുകളിൽ, അതുപോലെ തന്നെ ഒരു ട്രൈബൽസിൻ്റെ വില്ലേജുകളിൽ. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ്. ഒരുപാട് പേര് MSW അതുപോലെ തന്നെ സൈക്കോളജി, MSW ഒരുപാട് പേര് വരുന്നവരുണ്ട്. കാരണം ഡിപ്പാർട്ട്മെൻറ്റ് അധികം മലയാളീസാണ്. നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ 15 മലയാളീസ് ഉണ്ട്, 20 ജൂനിയേഴ്സാണ്, 20 മലയാളീസ്. കുഴപ്പമില്ലാത്തൊരു ഇതാണ്. കമ്മ്യൂണിറ്റി പരമായിട്ടുള്ള ഫീൽഡ് വർക്കൊക്കെ നമുക്കിവിടെ കിട്ടും. മെഡിക്കൽ സോഷ്യൽ വർക്ക് ആണ് ഇവിടെ രണ്ടും ഉണ്ട്. മെഡിക്കൽ സോഷ്യൽ വർക്ക് എടുക്കുന്നവർക്ക് ഒരു വലിയ ഉപകാരം ഒന്നും ഉണ്ടാവില്ല, പക്ഷേ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടും ഫീൽഡ് വർക്കില്ല. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഏകദേശം നമ്മളെ ഗേറ്റിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു ഇതിൻ്റെ ഉള്ളത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.